പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി വന്നിട്ട് വെള്ളിയാഴ്ച നല്ല രീതിയിൽ ഡൗണിൽ പോയി. ഓപ്പണിംഗ് ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം കവറിങ് വന്നില്ല, വൺ സൈഡ് ഇറക്കമായിരുന്നു. നിഫ്റ്റി വന്നിട്ട് ഒരു 25,200-300 റേഞ്ച് നിൽക്കേണ്ടതാണ്. പക്ഷെ അവിടെ നിന്നും ഇറങ്ങി താഴോട്ട് ഇറങ്ങിയപ്പോൾ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ കുറച്ചുകൂടെയൊക്കെ വീക്കാകാൻ ചാൻസ് ഉണ്ട്. കാരണം പല വലിയ വലിയ കമ്പനികളുടെയും റിസൾട്ട് വരുന്ന ടൈം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഷെയർസിന് ഇൻഡെക്സിൽ നല്ല മൂവ്മെൻറ്റ് കാണും. പ്രത്യേകിച്ച് ബാങ്ക് നിഫ്റ്റി, കൊടാക് ബാങ്ക്, SBI, പിന്നെ ICICI ബാങ്ക്, പിന്നെ HDFC ബാങ്ക്, ഇതൊക്കെ നല്ല വെയിറ്റേജ് ഉള്ള കമ്പനികളാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിനനുസരിച്ചുള്ള മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഹെവി ആകാനാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോഴും ഇൻഡെക്സ് ഒരു 25,700 റേഞ്ചിൽ ഒരു സെല്ലിങ് ഏരിയയാണ്. 700-800 റേഞ്ച്, ആ റേഞ്ച് വന്നാൽ സെല്ലിങ് വരും വീണ്ടും. അതല്ലെങ്കിൽ കണ്ടിന്യൂസ് കുറേ വീക്ക്നെസ് കാണിക്കും. ഇപ്പോഴത്തെ കണ്ടീഷൻ കുറച്ചുകൂടെ താഴെ പോകാൻ ചാൻസ് ഉണ്ട്. വരും ദിവസങ്ങളിലെ ഈ റിസൾട്ടിൻ്റെ അനുസരിച്ചുള്ള മൂവ്മെൻ്റ് ആയിരിക്കും ഷെയറിനകത്തൊക്കെ വരുന്നത്, ഇൻഡെക്സിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളെന്ന് പറയുന്നത് ഇത്രയും ഷെയറുകളായിരുന്നു നമ്മൾ CPR സ്ട്രാറ്റജി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി എടുത്തിരുന്നത്. അതിൽ നല്ല ചാൻസ് വന്ന ഷെയറുകൾ കുറേ ഉണ്ട്. ഇതിനകത്ത് ആദ്യത്തെ പെനിൻലാൻഡ് എന്ന് പറയുന്ന ഷെയർ പെനിൻലാൻഡ് എന്ന് പറഞ്ഞ ഷെയർ ഓപ്പണിങ്ങിൽ അത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. അതിനുശേഷം R1 പോകാതെ ഇറങ്ങി. R1 പോകാതെ താഴെ ഇറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി, പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ 43 എടുത്താൽ അത് 39.78, ഒരു 3.5 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. 3 രൂപ എന്ന് പറയുമ്പോൾ നല്ല പ്രോഫിറ്റാണത്. DCMും നമ്മളിവിടെ നോക്കിയാൽ അറിയാം, ആ ഫസ്റ്റ് ക്യാൻഡിൽ പോയി പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1ൻ്റെ മുകളിൽ പോയി ട്രേഡായി. അതിനുശേഷം R1ന് താഴെ ഇറങ്ങി. ഇവിടെ 133 റേഞ്ചിൽ നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 121 വരെ നല്ല ചാൻസ് വരുന്നുണ്ട്. അതിനുശേഷം മമത, ഇതെല്ലാം കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയർ ആയി ഇരിക്കുന്നത്. മമത എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ തന്നെ പ്രീവിയസ് ഡേ ഹൈയുടെ ഹൈ കട്ട് ചെയ്തു, R1 കട്ട് ചെയ്തു. അതിനുശേഷം R2 പോയിട്ടില്ല. ഇവിടെ നമുക്ക് ഈ പ്രൊഡക്റ്റീവ് ചാനൽ നോക്കിയിട്ട് R1ൻ്റെ താഴെ കട്ട് ചെയ്തു, നമ്മൾ എൻട്രി എടുക്കുക. ഇവിടെ 511 റേഞ്ചിൽ എൻട്രി എടുത്താൽ നമുക്ക് ലാസ്റ്റിൽ അത് 452 വരെ ഒറ്റയടിക്ക് ലാസ്റ്റിൽ പോയി. പക്ഷേ ഈ മൂവ്മെൻറ്റ് നമ്മൾ ഇത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കിവിടെ ഈ റേഞ്ചിൽ 495, ഈ റേഞ്ചൊക്കെ നമുക്ക് ഒരു 480 റേഞ്ചൊക്കെ നമുക്ക് കിട്ടും. ആ ഒറ്റയടിക്ക് പോകുന്നത് ചിലപ്പോൾ കിട്ടത്തില്ല നമുക്ക്. അടുത്തത് ഗരുഡ എന്ന് പറയുന്ന ഷെയർ. ഗരുഡ എന്ന് പറയുന്ന ഷെയറും ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. 141.70 റേഞ്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് അത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ 133 വരെ ഉണ്ടായിരുന്നു. ക്യൂ പവർ അതുപോലെ നല്ല ചാൻസ് ആയിരുന്നു. ക്യൂ പവറും പ്രീവിയസ് ഡേ ഹൈ അടിച്ചു ഇറങ്ങി. പ്രീവിയസ് ഡേ ഹൈ 822 ആ റേഞ്ച് ചെയ്യുന്നത് 762 വരെ 60 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിച്ചു. കിർലോസ്കർ എഞ്ചിനീയറിംഗ് ഓപ്പണിങ്ങിൽ ഡൗൺ ഓപ്പണിംഗ് വന്നു. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു ഇറങ്ങി. ഇവിടെ 959 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് 908 വരെ ചാൻസ് വരുന്നുണ്ട്. ആക്ബേസ് സോളാറിനകത്ത് പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിലാണ് ഓപ്പണിങ്. R1 പോയി, R2 പോകാതെ ഇറങ്ങി. ഇവിടെ ഇറങ്ങി 296 എടുത്താൽ നമുക്കൊരു 296 രൂപ പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. പ്രോസ്റ്റോൺ എന്ന് പറയുന്ന ഷെയർ ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്നു, പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, R1 അടിച്ചു ഇറങ്ങി. 221 എന്നത് 202 വരെ നല്ല മൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ ഷെയറിനകത്തും ചാൻസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം. ലെമൺ ട്രീക്കകത്തില്ലായിരുന്നു. SRH പോളിക്കകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി R1 അടിച്ചു ഇറങ്ങി. അപ്പോൾ നമ്മൾ 708 റേഞ്ചിലൊക്കെ എടുത്താൽ 671 വരെ വന്നിട്ടുണ്ട്. ക്യാമ്പസിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. ഗ്ലെൻമാർക്ക്
ഗ്ലെൻമാർക്ക് ഓപ്പണിംഗ് ഹെവി ആയിരുന്നു. 2 സർക്യൂട്ട് അടിച്ചതിന് ശേഷം കുറച്ചിറങ്ങി. എന്നാലും അത് എന്തോ നല്ല ന്യൂസ് ഉണ്ടായിരുന്നു ആ ഷെയറിനകത്ത്. ഗ്ലെൻമാർക്ക് നമ്മൾ എടുത്തിരുന്നു നോക്കട്ടെ. ഗ്ലെൻമാർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. JSW എനർജി ഏകദേശം അടുത്ത് വന്നിട്ട് നോക്കട്ടെ. ലെക്സാൽഗോ പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ടുണ്ട്. പ്രൊഡിക്റ്റീവ് ചാനൽ വെച്ചിട്ടാണ് ഹൈയുടെ റേഞ്ച് ചെയ്യുന്നത്. നല്ല ചാൻസ് ആയിരുന്നു. പ്രസ്റ്റീജ് ഇവിടെ പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, അതിൻ്റെ ഇവിടെ ഇറങ്ങി. 1702 എന്നത് 1690. വലിയ മൂവ്മെൻ്റ് ഒന്നുമില്ല. 12 രൂപ വലിയ ഷെയർ അല്ലേ, അപ്പോൾ അതിനകത്ത് അതൊരു വലിയ മൂവ്മെൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ഷെയറിനകത്ത് നല്ല ചാൻസ് ഉണ്ടായിരുന്നു. നമ്മൾ നോക്കി ചെയ്യുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടും. ഇനി നമുക്ക് അടുത്ത ദിവസത്തിനുള്ള ഷെയർ നോക്കാം. അടുത്ത ദിവസത്തിന് നമ്മൾ പുതിയ രീതിയിൽ ചെയ്യുന്ന ഷെയർ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ വന്നിട്ട് 2535 2542 ലെവലിൽ നിന്ന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ പുതിയ രീതി എന്ന് പറയുമ്പോൾ ഈ ലെവലിനുള്ളിൽ വന്നതിന് ശേഷം ഈ ഷെയറിന് മൂവ്മെൻറ്റ് കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കുക. ഇതിന് വെളിയിൽ പോയാൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ 2542, ഇപ്പോൾ 2550 പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ അവിടെ ഷെയർ അത് കഴിഞ്ഞ് മൂവ്മെൻറ്റ് മുകളിലോട്ട് ഹെവി ആയിട്ട് പോകരുത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുക. എപ്പം ഈ ഇതിനുള്ളിൽ നമ്മുടെ റേഞ്ചിനുള്ളിൽ വന്ന് നിൽക്കാൻ തുടങ്ങുക, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ സെല്ല് ചെയ്യാൻ പറ്റും. അതിന് മുകളിലും സെല്ല് ചെയ്യാം. നമുക്ക് നോക്കുമ്പോൾ മൂവ്മെൻറ്റ് ഇല്ല എന്ന് കണ്ടാൽ നമുക്ക് സെല്ല് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചില ഷെയർ പെട്ടെന്ന് കയറിപ്പോൾ. കഴിഞ്ഞ ദിവസം ഏത് ഷെയറായിരുന്നു? PL എന്ന് പറയുന്ന ഷെയർ. അത് ഒരു പ്രാവശ്യം അതിൻ്റെ നമ്മൾ പറഞ്ഞ റേഞ്ചിൽ നിന്ന് വെളിയിൽ പോയിട്ട് പിന്നെ ആ റേഞ്ചിനകത്തോട്ട് വന്നിട്ടേ ഇല്ല. അത് തന്നെയെല്ലാം വെളിയിൽ പോയതിന് ശേഷം മൂവ്മെൻറ്റ് ഹൈയിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിനകത്ത് എൻട്രി എടുക്കാതിരിക്കുക. എൻട്രി എടുത്താൽ അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറുക. പക്ഷേങ്കിൽ ആ റേഞ്ചിനുള്ളിൽ നിന്ന് അത് 2 പ്രാവശ്യം 2-3 പ്രാവശ്യം 10 രൂപ പ്രോഫിറ്റ് കാണിക്കുകയും ചെയ്തു. അപ്പം ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന് പറയുന്ന ഷെയർ ശ്രദ്ധിക്കുക. അത് 2535 2542 2542 ചിലപ്പോൾ 2550 പോയാലും കുഴപ്പമില്ല. പക്ഷെങ്കിൽ അവിടുന്ന് അത് ഒരു ഹെവി മൂവ്മെൻറ്റ് കാണിക്കരുത്. അവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും കാണിക്കുക. 2550 വന്നു, അത് ഇറങ്ങുന്ന കണ്ടു കഴിഞ്ഞ് നമ്മൾ 2548 47 ഒക്കെ എൻട്രി എടുത്ത. പക്ഷേ ആ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഷെയർ നോക്കുക. നമ്മൾ പിന്നെ നാളത്തേന് CPR ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഷെയറുകൾ ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മെയിൻ CPR തന്നെയാണ്. മറ്റേത് നമുക്കൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്ന് മാത്രമേ ഉള്ളൂ. സോമ ടെക്സ്റ്റൈൽസ് നോക്കുക. ഹൈ R1, R2, R3 റേഞ്ചും ഒക്കെ വരാം. വന്നാൽ ഈ ഏത് റേഞ്ചിൽ നിന്നാണോ ഫസ്റ്റ് തിരിയുന്നത് അവിടെ നമ്മൾ എൻട്രി എടുക്കുക. തെർമാത്തിനകത്തും R1 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. സലോണ കോൾസ്മിൻ എന്ന് പറയുന്ന ഷെയർ ഹൈയും R1 ഒക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. സൈൻ പോസ്റ്റിനകത്ത് ഹൈ R1 അതും ആ റേഞ്ച് നല്ലതായിരിക്കും. AEL എന്ന് പറയുന്ന ഷെയറിനകത്ത് ഇതിനകത്ത് ഇപ്പം 300 മുകളിൽ പോയി ഈ R2 അടിച്ചില്ല. ഇപ്പം 302 വരെ പോയിട്ട് 300 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം എൻട്രി എടുക്കാം. 302 മുകളിലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഡാറ്റാമെറ്റിക്സിനകത്ത് ഹൈ R1 റേഞ്ചിൽ നിന്ന് ചാൻസ് കിട്ടാൻ നല്ല സാധ്യത. യൂണിവാസ്റ്റ് എന്ന് പറയുന്ന ഷെയറിനകത്ത് ഇതിൻ്റെ ആവറേജ് ട്രേഡ് പ്രൈസ് 287. ഈ യൂണിവാസ്റ്റ് എന്ന് പറയുന്ന ഷെയർ 300 കൂടി പോയിട്ട് ഇറങ്ങുന്ന ചാൻസ് എടുക്കുക. അന്നേരത്തെ ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. ക്യൂപ്പിഡ് എന്ന് പറയുന്ന ഷെയറും R1 R2 റേഞ്ചിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. ഇനി നമ്മുടെ മറ്റേ പുതിയ രീതിയിലുള്ള ഇത് ചെയ്യുമ്പോൾ REC ലിമിറ്റഡ് 403 406 റേഞ്ച്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഗ്ലെൻമാർക്ക്, ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനുള്ള ഷെയർ. ഗ്ലെൻമാർക്കിനകത്തും പിന്നെ PLനകത്തൊക്കെ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഗ്ലെൻമാർക്കിനകത്ത് ഇപ്പം 2181 2284 ആണ് കാണിച്ചേക്കുന്നത്. അപ്പം എനിക്കിത് പുതിയ ഹൈ അടിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഷെയർ 2200 റേഞ്ചിൽ നിന്ന് താഴെ ഇറങ്ങാൻ ചാൻസ് ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്.
വലിയ ഇറക്കം ഇറങ്ങത്തുമില്ല, നല്ല ന്യൂസുള്ള ഷെയറാണ്. എന്നാലും 2200 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ അവിടെ നമുക്കൊരു ചാൻസ് എടുക്കാം. പിന്നെ ഈ ആവറേജിന് താഴെ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. മുകളിൽ പോയതിന് ശേഷം PL ആണെങ്കിലും ഈ ഹൈ R1 റേഞ്ചിൽ നിന്ന് നമുക്ക് ചാൻസ് തരുവാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. RBL ബാങ്ക് ഈ 69 കിട്ടുവാണെങ്കിൽ നല്ലതാണ്. അതല്ല പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്ന് കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ ഇതിനകത്തൊന്നും വലിയ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കരുത്. 2-3 രൂപ കിട്ടുമ്പോൾ നമ്മൾ മാറുക. പിന്നെ നമുക്ക് അടുത്ത പുതിയ രീതിയിൽ നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ 862-68 റേഞ്ച് അത് ശ്രദ്ധിക്കുക. അതുപോലെ ഡാൽമിയ ഫരത് എന്ന് പറയുന്ന ഡാൽമിയ ഫരത് 2186-2214 റേഞ്ചിനുള്ളിൽ അത് വീക്ക്നെസ് കാണിച്ചാൽ നമുക്ക് എൻട്രി എടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഇത്രയും ഷെയറുകളാണ് നമുക്ക് അടുത്ത ദിവസത്തിനുള്ളത്. നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ മാത്രം എൻട്രി ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പുതിയ രീതിയിലുള്ള ഷെയർ ഞാൻ തരുന്ന ആ ഉള്ളിൽ വെച്ച് അത് വീക്ക്നെസ് കാണിച്ചെങ്കിൽ മാത്രം എൻട്രി ചെയ്യുക. അതിന് വെളിയിൽ പോയെങ്കിൽ ഇപ്പോൾ സെല്ലിങ്ങിനാണെങ്കിൽ താഴത്തെ ലെവലിൽ പോയാൽ നമുക്ക് എൻട്രി എടുക്കുന്നതിന് കുഴപ്പമില്ല. മുകളിലത്തെ ലെവലിന് വെളിയിൽ പോയെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കുക. അതിനകത്ത് അത് വീക്ക്നെസ് കാണിക്കുക. അത് മൂവ്മെൻറ്റ് പിന്നെ വരത്തില്ല. വരാതിരിക്കുന്നത് കണ്ടാൽ അവിടെ എൻട്രി ചെയ്യാം. അതല്ലാതെ പെട്ടെന്ന് ഹെവി മൂവ്മെൻറ്റ് കാണുവാണെങ്കിൽ നമ്മൾ അതിനകത്തുനിന്ന് വെളിയിൽ മാറുക. ഒന്നുകിൽ അത് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഹൈലി സ്റ്റോപ്പ് ലോസ് ഇട്ട് മാറുക. റിസ്ക് എടുക്കരുത്. എന്നാലും അത് തിരിച്ച് നമ്മൾ പറഞ്ഞ റേഞ്ചിനുള്ളിൽ വൈകുമ്പോഴത്തേന് വരും. പക്ഷേങ്കിൽ അതിനിടയ്ക്ക് ഭയങ്കര ഹെവി മൂവ്മെൻറ്റ് തന്ന് നമുക്ക് പണി കിട്ടും. അതാണ് കുഴപ്പം. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.